കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വലിയ പൊതുജന പ്രക്ഷോഭമാണ് പാകിസ്ഥാനിൽ അരങ്ങേറുന്നത്. പാക് അധീന കാശ്മീരിൽ ഭരണകൂടത്തിനെതിരെ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധത്തിന്റെ ജ്വാലകൾ അതിവേഗത്തിൽ രാജ്യമൊട്ടാകെ പടർന്നു കഴിഞ്ഞു. ഒരു നേരത്തെ അന്നം പോലും ലഭിക്കാത്ത സാഹചര്യമാണ് തെരുവിലിറങ്ങാൻ പാക് ജനതയെ പ്രേരിപ്പിച്ചത്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഭരണകർത്താക്കൾ നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അടിത്തറ ഇളകിയത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കായിരുന്നു. പണപ്പെരുപ്പം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലെത്തി. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിച്ചു. ഇതോടെ സാധാരണക്കാർക്ക് 3 നേരത്തെ ഭക്ഷണം എന്നത് ഓർമ്മ മാത്രമായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ജനങ്ങളുടെ അവസ്ഥ പരിതാപകരമാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും കാര്യം നേരെ മറിച്ചാണ്. ദശലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഇവർക്കുള്ളത്. അതും സ്വന്തം രാജ്യത്തല്ല, അങ്ങ് ദുബായിൽ. പാകിസ്ഥാനിലെ 17,000 വരുന്ന ധനികർക്കാണ് ദുബായിൽ ഭൂമിയും മറ്റു വസ്തുക്കളും ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ബാങ്കുകളിൽ വൻ നിക്ഷേപങ്ങൾ വേറെയും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, സൈനിക മേധാവി എന്നിവരും ദുബായിൽ നിക്ഷേപമുള്ളവരുടെ പട്ടികയിൽപ്പെടുന്നു. പാകിസ്ഥാനിലെ ധനികരുടേതായി ദുബായിലുള്ളത് ഏകദേശം $12.5 ബില്യൺ വിലമതിക്കുന്ന വസ്തുക്കളാണ്. അതായത് 22 ബില്യൺ പാകിസ്ഥാൻ രൂപ. ബാങ്കുകളുടെ വൻകിട നിക്ഷേപങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ തുക ഇനിയും ഉയരും. വലിയ കടക്കണിയിലും പട്ടിണിയിലും രാജ്യം മുങ്ങി നിൽക്കുമ്പോഴാണ് സമ്പന്നരുടെ ദുബായിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. സമാനമായ രീതിയിൽ മറ്റ് രാജ്യങ്ങളിലും ഇവർക്ക് നിക്ഷേപമുണ്ടെന്നാണ് സൂചന. നിലവിൽ $128 ബില്യൺ കടമാണ് പാകിസ്ഥാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കടം വീട്ടാൻ പാകിസ്ഥാന് കഴിയൂ. ഇതിലും തീരുന്നതല്ല പാകിസ്ഥാന്റെ പ്രതിസന്ധി. ആഭ്യന്തര കാര്യങ്ങൾക്കായി ഇനിയും തുക കണ്ടെത്തേണ്ടതുണ്ട്. നികുതിയാണ് പാകിസ്ഥാന്റെ പ്രധാന വരുമാന മാർഗം. അതിനാൽ തന്നെ നികുതി ഇരട്ടിയാക്കി സാധാരണക്കാരന് മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് നിലവിൽ പാക് ഭരണകൂടം ചെയ്തിരിക്കുന്നത്. അവശ്യ സാധനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചത് വൻ വിലക്കയറ്റത്തിലേക്ക് നയിച്ചു. ഇതോടെ സാധാരണക്കാർ പ്രതിസന്ധിയിലായി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് പാക് ജനതയുടെ ജീവിതം വീണ്ടും പ്രതിസന്ധിയിലാക്കി. രാജ്യത്ത് ജീവിക്കാൻ വഴിയില്ലാത്ത ഘട്ടം എത്തിയപ്പോഴായിരുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾ പ്രതിഷേധത്തിന്റെ മാർഗം സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം വീണ്ടും ശക്തമാകും. എന്നാൽ പ്രശ്നപരിഹാരത്തിന് പകരം സൈനിക ശക്തി ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അമർച്ച ചെയ്യുകയാണ് പാക് ഭരണകൂടം ചെയ്യുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പല വഴികളും പയറ്റുന്ന പാകിസ്ഥാൻ ഒടുവിലെത്തി നിൽക്കുന്നത് കഞ്ചാവ് കൃഷിയിലാണ്. കഞ്ചാവും ആഗോള വിപണിയിൽ അതുമായി ബന്ധപ്പെട്ട മേഖലയിലേക്കും കടന്നു ചെല്ലാനുള്ള പാകിസ്ഥാന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. കയറ്റുമതി, വിദേശ നിക്ഷേപം, ആഭ്യന്തര വിൽപ്പന എന്നിവയിലൂടെ വലിയ തോതിലുള്ള വരുമാനം ലക്ഷ്യമിടുന്നുണ്ട്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കനുസരിച്ച് പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച വളരെ താഴ്ന്ന നിലയിലാണ്.